ഇപ്പോൾ നയതന്ത്രപരമായ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ ടി.പി. ശ്രീനിവാസൻ സാർ പറയുകയുണ്ടായി. ഇനി സാമ്പത്തികമായി വ്യാപാര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ചൈനയും ഇന്ത്യയും തമ്മിൽ യോജിക്കാനുള്ള സാധ്യത തീരെ അങ്ങ് തള്ളിക്കളയുന്നത് ശരിയല്ല. നമ്മൾ വിൻഡോ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമല്ലോ, അതായത് ഒരു അവസരത്തിൻ്റെ ജാലകം അത് തുറക്കാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും ഞാൻ തള്ളിക്കളയുന്നില്ല. അതിൻ്റെ കാരണം ചൈനീസ് ഗവൺമെൻറ്, ചൈനയിലെ നേതൃത്വം പരമ്പരാഗതമായി അല്ലെങ്കിൽ 1978 ശേഷം പ്രാഗ്മാറ്റിക്, അതായത് പ്രായോഗികമായി ചൈനയ്ക്ക് എന്ത് ഗുണം ചെയ്യുമോ അത് ചെയ്യാനായിട്ട് തീരുമാനിച്ചുറച്ച ഒരു നേതൃത്വവും അതിൻ്റെ സ്വഭാവം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ പ്രായോഗികമായി ഗുണം ചെയ്യും എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ചൈന പഴയ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മാത്രം ഇനി മുന്നോട്ട് നീങ്ങണം എന്നില്ല. പക്ഷെ അതേസമയം ഇപ്പോൾ പറയപ്പെട്ട എല്ലാ വിഘ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രോബ്ലംസും ഉണ്ട്. കൂടാതെ ഈ വ്യാപാരത്തിൻ്റെ കണക്കിലും നമുക്ക് നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ, അതായത് ചൈനയും ഇന്ത്യയും തമ്മിൽ കൈകോർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കേണ്ടത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഒരു ബാലൻസ് ഓഫ് ട്രേഡ് മിച്ചം നമുക്ക് ഫേവറബിൾ ആയിട്ടുണ്ടെങ്കിൽ, അതായത് ഏകദേശം വ്യാപാര കമ്മി അമേരിക്കയ്ക്കെതിരായിട്ടൊരു 45-50 ബില്യൺ ഡോളറോളം ആണെങ്കിൽ ചൈനയും നമ്മളും തമ്മിലുള്ള വ്യാപാരത്തിൻ്റെ തോത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം $100 ബില്യൺ അവർക്ക് മെച്ചമാണ്. അതായത് ബാലൻസ് ഓഫ് ട്രേഡ് ഇസ് ഇൻ അഡ്വാൻറ്റേജ് ഓഫ് ചൈന. ആൻഡ് അതിൽ നമുക്ക് നിഷാദ്, ഇത് കേൾക്കുന്ന സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ കാര്യം എടുത്തു നോക്കൂ. ഷയോമി, OnePlus, വിവോ, ഈ ബ്രാൻഡെല്ലാം, അതായത് നമ്മുടെ സാധാരണ ആൾക്കാർ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺ ബ്രാൻഡെല്ലാം ചൈനയിൽ നിന്നാണ്. അപ്പോൾ അവിടെ നമുക്കൊരു മേൽക്കോയ്മയില്ല. രണ്ടാമത്തത് ഇപ്പോൾ സ്റ്റീലും സിമെൻറ്റും. സ്റ്റീലിൻ്റെ കാര്യം എടുത്താൽ ചൈനയുടെ മൊത്തം സ്റ്റീൽ മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്, മൊത്തം കപ്പാസിറ്റി 1000 മില്യൺ ടൺ ആണെങ്കിൽ, 1000 ദശലക്ഷം ടൺ ആണെങ്കിൽ ഇന്ത്യയുടെ കപ്പാസിറ്റി 150-160 ദശലക്ഷം ടൺ മാത്രമേ ഉള്ളൂ. ഇത് സ്റ്റീലിൻ്റെ കാര്യം. സിമെൻറ്റിൻ്റെ കാര്യത്തിലും 1650 മില്യൺ ടൺ ചൈന സിമെൻറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള കപ്പാസിറ്റി ചൈനയ്ക്കുണ്ട്. നമ്മുടെ കപ്പാസിറ്റി 650 മില്യൺ ടൺ മാത്രം. ഇത് സ്റ്റീലിൽ ലോകത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ചൈന, രണ്ടാമത്തത് ഇന്ത്യ. പക്ഷെ അന്തരം വളരെ വലുതാണ്. അപ്പോൾ ഇനിയിപ്പം കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ്, നമ്മളെല്ലാം ഇപ്പോൾ നാഷണൽ ഹൈവേ 66 കൺസ്ട്രക്ഷൻ നടന്നു പോവുകയാണല്ലോ. കൺസ്ട്രക്ഷൻ എക്യുപ്മെൻറ്റ് നിഷാദ് നോക്കൂ, സാധാരണക്കാർക്ക് എഗെയിൻ അറിയാം. ഇപ്പം JCB എന്നുള്ളത് ശരിക്കും ഒരു ബ്രാൻഡാണെങ്കിലും അതൊരു പർട്ടിക്കുലർ ടൈപ്പ് സിറോക്സ് ഫോട്ടോകോപ്പിക്ക് എങ്ങനെയാണോ സിറോക്സ് എന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നത്, അതേപോലെ ഈ എക്സ്കവേറ്ററിന് എല്ലാം കൂടി JCB എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി. കാറ്റർപില്ലർ, ഇത് ബ്രിട്ടീഷും അമേരിക്കനുമാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ചൈനീസ് എക്യുപ്മെൻറ്റ് നമ്മുടെ ഈ റോഡ് വഴിവക്കത്തെല്ലാം കാണാം. സാനി എന്നൊരു ചൈനീസ് ബ്രാൻഡുണ്ട്, SANY, XCMG. ഈ എക്യുപ്മെൻ്റ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. മൂന്നാമത്തെ കാര്യം കൂടി ഞാൻ പറയാം. ഇതൊന്നുമല്ല, ഞാനിപ്പോൾ താമസിക്കുന്നത് തിരുവനന്തപുരത്താണ്. അതായത് ഞാൻ ജനിച്ചു വളർന്നത് ഇതിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള കരമന. അവിടുത്തെ ചെറിയ പെട്ടിക്കടയിൽ ചെറിയ ടോയ്സ് ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് കുട്ടികൾ ഒരു 50 രൂപയ്ക്ക് 100 രൂപയ്ക്ക് മേടിക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് മെയ്ഡ് ഇൻ ചൈനയാണ്. ചൈന എവിടെ കിടക്കുന്നു? കരമന തളിയൽ റോഡിലെ ഒരു പെട്ടിക്കട എവിടെ കിടക്കുന്നു? അവിടെ നിന്ന് ഒരു സപ്ലൈ ചെയിൻ വഴി ഈ ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങൾ വരെ എത്തിക്കാനുള്ള മാനുഫാക്ചറിങ് കപ്പാസിറ്റി. അതേസമയം നമ്മുടെ മാനുഫാക്ചറിങ് കപ്പാസിറ്റി അത്രത്തോളം വികസിച്ചിട്ടില്ല. ആൻഡ് ലോക വ്യാപാര ബന്ധങ്ങൾ എത്രയുണ്ട്, നമുക്ക് എത്ര മാനുഫാക്ചറിങ്ങിലോ സർവീസസിലോ എത്ര ശക്തി ഉണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ കുറെ കൂടി ആഭ്യന്തര മാനുഫാക്ചറിങ് കപ്പാസിറ്റിയിൽ മേന്മയും എക്സലൻസ് അല്ലെങ്കിൽ ക്വാളിറ്റി വളരെയധികം ഇംപ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. പറ്റുള്ളൂ എന്നുള്ളതാണ്. അല്ല, ഞാൻ ചോദിക്കുന്ന ശ്രീ ആദിക് കേശവൻ, താങ്കൾ പറഞ്ഞു ചൈനയുമായുള്ള ബന്ധത്തിന്റെ സാധ്യതകളെ പൂർണ്ണമായും തള്ളേണ്ടതില്ല എന്ന്.
നാം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം വ്യാപാര മേഖലയും എക്സ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. താങ്കൾ പറഞ്ഞ ഡേറ്റ വെച്ച് നോക്കിയാൽ അതിൽ നമുക്ക് വേറെ സാധ്യതയൊന്നുമില്ല. ചൈനയ്ക്ക് നമ്മളെ ആവശ്യമില്ലാത്ത രാജ്യമാണ് അങ്ങനെ നോക്കിയാൽ. അതെ നിഷാദ്, ഞാൻ ആവശ്യമില്ല എന്ന് പറയുന്നില്ല. കാരണം ഈ അന്താരാഷ്ട്ര ട്രേഡ് വ്യാപാര ബന്ധം, അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുന്നതും അത് വാസ്തവമാണ്. ഈ വ്യാപാരം എന്ന് പറയുന്നത് എന്താണ്, ലാഭനഷ്ട ഒരു കച്ചവടം അല്ല. അതായത് വിൻ ലൂസ് എന്നുള്ള സ്ട്രക്ചറല്ല. ട്രേഡിൻ്റെ സ്വഭാവം, വ്യാപാരത്തിൻ്റെ സ്വഭാവം അത് എത്ര തോത്, അതായത് ഈ ബാലൻസ് ഓഫ് ട്രേഡ് അവർക്ക് മെച്ചമായിട്ട് നിൽക്കുമ്പോൾ പോലും ഈ അന്താരാഷ്ട്ര തലത്തിലെ വ്യാപാരം വിൻ വിൻ. എനിക്ക് ആവശ്യമുള്ള സംഗതി നിഷാദിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് മേടിക്കുന്നു. നിഷാദിൻ്റെ പക്കലില്ലാത്ത കാര്യം ഞാൻ മാനുഫാക്ചർ ചെയ്യുകയാണെങ്കിൽ അത് മേടിക്കുന്നു. രണ്ടുപേർക്കും അതായത് സംഭാഷണത്തിൽ കൂടി വിൻ വിൻ ആണ് ഈ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ അടിസ്ഥാന തത്വം എന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം സാധാരണ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, അന്താരാഷ്ട്ര റിലേഷൻസിൽ പെർമനന്റ് ഫ്രണ്ട്സോ പെർമനന്റ് എനിമീസോ ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ ആർക്കുമില്ല. എല്ലാവർക്കും ഉള്ളത് സ്ഥിരമായ താല്പര്യങ്ങൾ മാത്രം. നമ്മുടെ രാജ്യത്ത് നിന്ന് അങ്ങനെ ചിന്തിക്കുന്ന, പ്രായോഗികമായി ചിന്തിക്കുന്ന ഒരു നേതൃത്വം നമ്മുടെ രാജ്യത്തുണ്ട്. ചൈന